ചേലക്കരയിലെ LDF-ന്റെ വിജയം കൂടി പ്രഖ്യാപിക്കുകയാണ്. ആഹ്ലാദ പ്രകടനം തുടങ്ങാം. ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ചേലക്കരയിൽ LDF വളരെ കംഫർട്ടബിളായി മുന്നോട്ട് പോകുന്നു. ഇനി ഭൂരിപക്ഷം എത്രയെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്ന നിലയിൽ ഇത് ഔദ്യോഗികമായി LDF നേതാവും UDF നേതാവും പാലക്കാട്ടെയും ചേലക്കരയിലെയും വിജയം വലിയ ആശ്വാസമാണ്. ചേലക്കര നിലനിർത്താൻ കഴിയുന്നത് LDF-ന് വലിയ ആശ്വാസമാണ്. കാരണം സംസ്ഥാനത്തെ ഭരണത്തിന്റെ വിലയിരുത്തലായും അല്ലെങ്കിൽ ഭരണത്തിന്റെ റഫറണ്ടമായും ഒക്കെ കാണാൻ കഴിയുക ചേലക്കര തെരഞ്ഞെടുപ്പായിരുന്നു. LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റിൽ അവർ തോൽക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം LDF-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും വളരെ വലുതായിരുന്നു. പക്ഷേ ചേലക്കര തിരിച്ചുപിടിക്കുകയല്ല നിലനിർത്തുക വഴി ചേലക്കര നിലനിർത്തുക വഴി തിരിച്ചുപിടിയാണ്. കേരളാകൃഷ്ണൻ ഇത്ര വോട്ടൊക്കെ കുറഞ്ഞു പോയപ്പോഴേ അതിനെ നല്ല ഭൂരിപക്ഷത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 28 വർഷത്തെ ചരിത്രം അത് വീണ്ടും ആവർത്തിക്കുക എന്ന് കൂടിയാണ്. മണ്ഡലം രൂപീകരണത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചു. ഇപ്പൊ പറയേണ്ട സമയമല്ലെങ്കിലും പരിശോധിച്ചാൽ ആദ്യഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിനോട് ചേർന്നുന്ന ജനതയായിരുന്നു. ചേലക്കരയിൽ വലിയ മാറ്റമില്ലാതെ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോയി. കെ രാധാകൃഷ്ണന്റെ വരവോടുകൂടി ഇടതുപക്ഷത്തേക്ക് പരിപൂർണമായി മാറിയ മണ്ണാണ് ചേലക്കര. ആ ചേലക്കരയിൽ മാറ്റമില്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കുറവൊന്നും കണക്കാക്കണ്ട. ചേലക്കര ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നത് ഉറപ്പിക്കുന്ന